സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ സർക്കാരിനെ വിമർശിച്ച ഓർത്തഡോക്സ് സഭ ലഹരി വിരുദ്ധ പ്രതിജ്ഞകളിൽ മാത്രം പോരാ, ലഹരി മാഫിയകൾ ആഴത്തിൽ വേരിറക്കിക്കഴിഞ്ഞു. ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്ന സിനിമകൾക്കെതിരെയും വിമർശനമുണ്ട്. ഗോകുൽ രമേശുണ്ട്. ഗോകുൽ, നേരത്തെ തന്നെ ഈ ഓർത്തഡോക്സ് സഭയുടെ മദ്യവർജക സമിതി രൂക്ഷ വിമർശനമൊക്കെ ഉയർത്തിയിരുന്നതാണ് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ. ഇപ്പോൾ എന്താണ് പുറത്തു വന്നിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്? അതോടൊപ്പം തന്നെ CSI സഭ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സഭകൾ സർക്കാരിന്റെ മദ്യ നിർമ്മാണശാലയ്ക്കെതിരായിട്ട് പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന മദ്യ നിർമ്മാണശാലയ്ക്കെതിരായിട്ട് രൂക്ഷമായ ഭാഷയിൽ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. എന്തായാലും അതിന്റെയൊക്കെ ഒരു തുടർച്ച എന്നോണം തന്നെയാണ് ഓർത്തഡോക്സ് സഭ വീണ്ടും ഇത്തരത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഓർത്തഡോക്സ് സഭ ആസ്ഥാനമായിട്ടുള്ള കോട്ടയം ദേവലോകം അരമനയിൽ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ. അതിൽ മെത്രാപ്പൊലീത്തമാരടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. സഭാ അധ്യക്ഷനാണ് നേതൃത്വം നൽകുന്നത്. ആ എപ്പിസ്കോപ്പലിലാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരായിട്ട് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് ലഹരി മാഫിയകളെ പാലൂട്ടുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനമാണ് പ്രധാനമായിട്ടും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ മദ്യ മയക്കുമരുന്ന് ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നടത്തുന്ന കാര്യങ്ങളൊന്നും ഫലപ്രദമാകുന്നില്ല. അതിന് കാര്യക്ഷമമായിട്ടുള്ള കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കേവലം സ്കൂളുകളിൽ നടക്കുന്ന പ്രതിജ്ഞയിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകരുതെന്നും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ അതിലുണ്ടാകണമെന്നുമാണ് സഭ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇതിനോടകം തന്നെ ലഹരി മാഫിയകൾ ആഴത്തിൽ വേരിറക്കി കഴിഞ്ഞുവെന്നും ലഹരിക്കടിമപ്പെട്ട് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൊലപ്പെടുത്തുന്ന യുവജനങ്ങളുടെ വാർത്ത ഇന്ന് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലാതായി മാറിയിരിക്കുകയാണ് കേരളത്തിലെന്നും സഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്ന ചലച്ചിത്രങ്ങൾ ഇന്ന് പുതിയ തലമുറയിലെ അല്ലെങ്കിൽ കുട്ടികളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരം സിനിമകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കലാകാരന്മാരും ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ കൈകോർക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഈ ലഹരി ഉപയോഗത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന നടപടികൾക്ക് സഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും നിലവിൽ ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ നിലപാട് കടുപ്പിക്കുകയാണ്. മദ്യനിർമ്മാണശാലയ്ക്കെതിരായിട്ടുള്ള നയം കൃത്യമായിട്ട് വിവിധ സഭകൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ക്രൈസ്തവ സഭകളുടെ ഈ നിലപാടിനോട് സർക്കാർ ഏത് വിധത്തിലുള്ള നിലപാടും പ്രതികരണമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ശരി ഗോകുൽ, വ്യക്തമാണ്. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ക്രൈസ്തവ സഭകൾ.